ഹലോ ഫ്രണ്ട്സ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ ഓഫ് മോർണിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇതെങ്ങനെ ഈ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഐഡിയയും എനിക്കില്ല. കാരണം എല്ലാ ദിവസവും ഏകദേശം ഒരേ റൂട്ടീൻ ആണല്ലോ. ഇതിലിപ്പോൾ എന്ത് വെറൈറ്റിയാണ് കൊണ്ടുവരേണ്ടത്? പിന്നെ എന്താ പറയുക, ഫോണൊക്കെ ഏത് ആംഗിളിൽ വെക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. പിന്നെ ഒരു ഇൻട്രസ്റ്റിന് അങ്ങനെ ചെയ്യാം. പിന്നെ എന്താ, ഒരു കാലത്ത് യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ഡെയിലി വ്ളോഗ്സ് കാണിക്കുന്ന വീഡിയോസിനൊക്കെ പുച്ഛിച്ച ഒരാളായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ പുച്ഛിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്നിനോടും അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയാറില്ല. എന്ത് ചെയ്യാനാ? ഇത് ബീഫല്ല, ഇത് സോയാബീൻ ആണ്. പിന്നെ ഇത് ഉച്ചക്കേക്ക് ഞാന് ഒരു ബിരിയാണി പോലെ, വെജിറ്റബിൾ ബിരിയാണി പോലെ ഒരു സാധനം ഉണ്ടാക്കി. അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോറി, മൂന്നാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ എന്താ പറയാ, ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നത് കാണാം. ഇനിയിപ്പം 4ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് വീഡിയോ ഉണ്ടാവുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ നന്നായിട്ട് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നടക്കുമോ എന്നറിയത്തില്ല. ഇത് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയതൊന്നുമല്ല. വെറും ഉപ്പുമാവ് മാത്രമാണ്. പിന്നെ വാഴയില ഇപ്പോൾ എന്താ പറയുക, ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ വാഴയില പറിച്ച് വെച്ച് അതിൽ ഓരോ സാധനങ്ങൾ പൊതിഞ്ഞ് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അപ്പം ഇതേ ഉപ്പുമാവാണ് ഇത്, വേറെ ഒരു സ്പെഷ്യൽ സാധനവുമല്ല. പണ്ട് അമ്മ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ വെറുതെ പുച്ഛിച്ച് എന്താ പറയാ, വഴക്കിട്ട് നടന്ന ഞാനാണ് ഇപ്പം അതേ ഉപ്പുമാവ് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത്, ഒന്നിനെയും കുറ്റം പറയാൻ പാടില്ല. എല്ലാവരും ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. അപ്പം നമ്മളെ കാര്യങ്ങൾ നോക്കി ആരെയും കുറ്റം പറയാതെ അങ്ങനെ ഇരിക്കുക. അതാണ് ഇന്നത്തെ എന്താ പറയാ, പാഠം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, ബൈ.